കേരള ബജറ്റ് സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം. ഭൂനികുതിയിൽ വൻ വർധനവ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കെ.എൻ. ബാലഗോപാൽ. നിയമസഭയിൽ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ രാവിലെ 9 മണിക്ക് തന്നെ ബഡ്ജറ്റ് അവതരണം തുടങ്ങി. ഈ വർഷം അവസാനം തദ്ദേശ തിരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. ക്ഷേമ പെൻഷൻ 1600 നിന്നും 1800 ആക്കിയേക്കാം എന്നായിരുന്നു സൂചന. എന്നാൽ ബജറ്റിൽ ഇത് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. പെൻഷൻ കുടിശ്ശിക തീർക്കുമെന്ന് മാത്രമായിരുന്നു ധനമന്ത്രിയുടെ പ്രഖ്യാപനം. വയനാട് പുനരധിവാസത്തിനായി 750 കോടിയുടെ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്നതാണ് ശ്രദ്ധേയം. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളുടെ വികസനത്തിന് പ്ലാനിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള പ്രഖ്യാപനം ബഡ്ജറ്റിലുണ്ടായി. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്ക് ബജറ്റിൽ കൂടുതൽ കൈത്താങ്ങുമായി സർക്കാർ. 2025-26 വർഷത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് 1431.73 കോടി രൂപ നീക്കിവെച്ചുവെന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. ബജറ്റ് അവതരണ വേളയിലാണ് ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത്. കേരളത്തിലെ സൗജന്യ ചികിത്സയെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. രാജ്യത്ത് കഴിഞ്ഞ 3 വർഷമായി ഏറ്റവുമധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 38,128 കോടി രൂപ ആരോഗ്യമേഖലയ്ക്കായി ഇതുവരെ ചിലവാക്കിയിട്ടുണ്ട്. 2025-2026 വർഷം 10,431.73 കോടി രൂപ വകയിരുത്തുകയും ചെയ്തു. സംസ്ഥാനത്തെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 3,967.3 കോടി രൂപയും സർക്കാർ നൽകിയിട്ടുണ്ട്. കെ.എൻ. ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാരിന്റെ പഴഞ്ചൻ വാഹനങ്ങൾ മാറ്റി വാങ്ങുവാൻ ബജറ്റിൽ തുക വകയിരുത്തി ധനവകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. 100 കോടി രൂപയാണ് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനായി ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. അതേസമയം ഞെരുങ്ങി നീങ്ങുന്ന കെ.എസ്.ആർ.ടി.സിക്കും ബജറ്റിൽ സർക്കാർ കൈസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കെ.എസ്.ആർ.ടി.സി വികസനത്തിനായി 178.98 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കെ.എസ്.ആർ.ടി.സിക്ക് പുതിയ BS6 ബസ്സുകൾ വാങ്ങുവാൻ 106 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം ജീവനക്കാരുടെ പണിമുടക്കിനു പിന്നാലെ കെ.എസ്.ആർ.ടി.സിക്ക് 103.10 കോടി അധികം സഹായം അനുവദിച്ചതായി കെ.എൻ. ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പെൻഷൻ വിതരണത്തിന് 73.10 കോടി രൂപ അനുവദിച്ചു. അതേസമയം മറ്റ് ചിലവുകൾക്കായി 30 കോടിയും അധിക സഹായമായി നൽകി. ബജറ്റിൽ കെ.എസ്.ആർ.ടി.സിയെ ഉയർത്തിക്കൊണ്ടുവരാൻ 500 കോടി വിപുലമായ സഹായ പാക്കേജായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ശമ്പളത്തിനും പെൻഷനുമായി മാസത്തിൽ 120 കോടി രൂപയാണ് സർക്കാർ കെ.എസ്.ആർ.ടി.സിക്ക് നൽകുന്നത്. പൊതുമരാമത്ത്, പാലങ്ങൾക്കും റോഡുകൾക്കുമായി ഈ ബജറ്റിൽ 3061 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. തീരദേശ പാത യാഥാർത്ഥ്യമാക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കും. ഓരോ 25 കിലോമീറ്ററിനുള്ള സ്ഥലം ലാൻഡ് പൂളിംഗിലൂടെ കണ്ടെത്തും. റോഡ് പദ്ധതിക്ക് 80 കോടി വകയിരുത്തി. അതേസമയം ഉൾനാടൻ ജലഗതാഗതത്തിന് 500 കോടിയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. സൈബർ അധിക്ഷേപങ്ങൾക്കും വ്യാജ വാർത്തകൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി ബജറ്റിൽ വ്യക്തമാക്കി. സൈബർ വിങ്ങിനായി 2 കോടി രൂപ വകയിരുത്തിയതായി ധനമന്ത്രി അറിയിച്ചു. സൈബർ അധിക്ഷേപങ്ങളും വ്യാജ വാർത്തകളും പെരുകുന്ന സാഹചര്യത്തിലാണ് നടപടി. അടുത്തിടെ ഇത്തരം കേസുകൾ കൂടി വരുന്നുണ്ട്. നിരവധി പേരാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. സമൂഹത്തിൽ സ്ത്രീകളടക്കമുള്ളവർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. തെറ്റായ ചിത്രങ്ങളും വാർത്തകളും പ്രചരിപ്പിക്കുന്ന സൈബർ കുറ്റവാളികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള പോലീസ് വിംഗ് ശക്തിപ്പെടുത്തും. പോലീസിനെയും PRDയെയും ഉൾപ്പെടുത്തി കാര്യക്ഷമമായ സംവിധാനം സ്വീകരിക്കുന്നതിനാണ് 2 കോടി വകയിരുത്തിയിരിക്കുന്നത് മന്ത്രി പറഞ്ഞു. അതേസമയം AI പോലുള്ള പദ്ധതികൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും ധനമന്ത്രി ബജറ്റിൽ അറിയിച്ചു. സ്റ്റാർട്ടപ്പ് മിഷന് 7 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് പ്രത്യേക കേന്ദ്രം തുടങ്ങും. IT മേഖലയ്ക്ക് 507 കോടിയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ വിപ്ലവത്തിൽ കേരളത്തെ ആഗോള നിലവാരത്തിലേക്ക് നയിക്കുകയെന്നതാണ് സർക്കാരിന്റെ IT നയം.
ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 10 കോടി രൂപ അധികമായി വിലയിരുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾക്കായി 15 കോടി രൂപയും വകയിരുത്തി. സംസ്ഥാനത്ത് പുതിയ IT നിയമം നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പുതിയ IT നിയമങ്ങൾക്ക് രൂപം നൽകുന്ന പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. പുതിയ നയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാനും മറ്റ് IT അധിഷ്ഠിത വ്യവസായ പ്രവർത്തനങ്ങൾക്കുമായി മുൻ വർഷത്തേക്കാളും 20 കോടി രൂപ അധികമായി വകയിരുത്തി. സംസ്ഥാന ബഡ്ജറ്റ് അവതരണത്തിലാണ് മന്ത്രി ഈ കാര്യം വ്യക്തമാക്കിയത്. IIMKയുടെ പ്രവർത്തനങ്ങൾക്കായി 16.95 കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ വിപ്ലവത്തിൽ കേരളത്തെ ആഗോള നേതൃനിരയിലേക്ക് നയിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. ഈ ലക്ഷ്യം കൈവരിക്കുന്ന വിധം വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി 517.64 കോടി വകയിരുത്തിയെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിനായി മുൻവർഷത്തേക്കാളും 10.5 കോടി രൂപ അധികമായി അനുവദിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. IT മിഷന് 134.03 കോടി രൂപയും അനുവദിച്ചു. മുൻവർഷത്തേക്കാൾ 16.85 കോടി രൂപ അധികമാണ് ഈ തുകയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ IT മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് നൽകുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ അടങ്ങിയിരിക്കുന്നത്. ഭാവിയുടെ സാങ്കേതിക വിദ്യ എന്നറിയപ്പെടുന്ന AIക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങളും ബജറ്റിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ അധിക തുക അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. AIയുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പ് മിഷന് 7 കോടിയാണ് സർക്കാർ ഇക്കുറി അനുവദിച്ചത്. തിരുവനന്തപുരത്ത് പ്രത്യേക കേന്ദ്രം തുടങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. IBMുമായി സഹകരിച്ച് AI രാജ്യാന്തര കോൺക്ലേവ് നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല സാങ്കേതിക രംഗത്ത് കൂടുതൽ പണം അനുവദിക്കുവാനും സർക്കാർ ബജറ്റിൽ മടികാട്ടിയിട്ടില്ലെന്ന പ്രഖ്യാപനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. കേരളത്തിൽ അധികമായി 2000 വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ കൂടി സ്ഥാപിക്കുവാൻ 15 കോടിയും ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ വികസനത്തിന് 212 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്.